എൻ്റെ നാട്ടിലും വീട്ടിലുമൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണെന്നോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. പറയട്ടെ? പക്ഷെ ഒരു കണ്ടീഷൻ, ഇതൊക്കെ ആരാ ചെയ്യുന്നത് എന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. അതൊന്നും പറയാൻ എനിക്കിഷ്ടമില്ല. ആദ്യത്തെ കാര്യം, ഞങ്ങളുടെ നാട്ടിൽ ഒരു ടെമ്പിൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നു. എ ടെമ്പിൾ ഈസ് ബീയിങ് റെനോവേറ്റഡ്. 4 ബിൽഡിങ്സ് പണിതുകൊണ്ടിരിക്കുന്നു. 4 ബിൽഡിങ്സ് ആർ ബീയിങ് കൺസ്ട്രക്റ്റഡ്. റോഡ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ റോഡ് ഈസ് ബീയിങ് റിപ്പയർഡ്. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട് പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൈ ഹൗസ് ഈസ് ബീയിങ് പെയിൻറ്റഡ്. വാതിലുകളും ജനലുകളും ഒക്കെ വാർണിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ ഡോർസ് ആൻഡ് വിൻഡോസ് ആർ ബീയിങ് വാർണിഷ്ഡ്. ഇൻറ്റീരിയർ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻറ്റീരിയർ വർക്ക് ഈസ് ഓൾസോ ബീയിങ് ഡൺ. നാട്ടിലെയും വീട്ടിലെയും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇനി എൻ്റെ കാര്യം പറയട്ടെ. കേൾക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൈ വീഡിയോസ് ആർ ബീയിങ് അപ്ലോഡഡ്. ഞാൻ സപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഐ ആം ബീയിങ് സപ്പോർട്ടഡ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൈ ചാനൽ ഈസ് ബീയിങ് സബ്സ്ക്രൈബ്ഡ്. എൻ്റെ നാട്ടിലെയും വീട്ടിലെയും എൻ്റെ തന്നെ കാര്യങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആം ബീയിങ് പ്ലസ് V3, ഈസ് ബീയിങ് പ്ലസ് V3, ആർ ബീയിങ് പ്ലസ് V3. ഈ ഒരു ഫോം ആണ് ഉപയോഗിച്ചത്. ഇതെല്ലാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള പാസീവ് വോയിസ് സെൻറ്റൻസസ് ആണ്. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. ആ കാര്യം ആരാ ചെയ്യുന്നത് എന്നതിന് ഒരു ഇമ്പോർട്ടൻസുമില്ല, അല്ലെങ്കിൽ അത് പറയാൻ നമുക്കിഷ്ടമില്ല എന്ന് തന്നെ വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഇത്തരം സെൻറ്റൻസസ് ഉപയോഗിക്കാം. നമ്മുടെ ഈ സെൻറ്റൻസസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ ശ്രദ്ധിക്കൂ. സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഇസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 ഫോം. V3 എന്നാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ്. സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് ആം ബീയിങ് ആണോ, ഈസ് ബീയിങ് ആണോ, ആർ ബീയിങ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത്. ആം ബീയിങ്, യു ആർ ബീയിങ്, വി ആർ ബീയിങ്, ദേ ആർ ബീയിങ്, ഹി ഈസ് ബീയിങ്, ഷീ ഈസ് ബീയിങ്, രോഹൻ ഈസ് ബീയിങ്. അങ്ങനെ ഉപയോഗിക്കണം. സബ്ജക്റ്റ് എന്നത് ഇവിടെ ഡുവർ ഓഫ് ദ ആക്ഷൻ അല്ല. കാരണം ഇത് പാസീവ് വോയിസിലെ സെൻറ്റൻസ് അല്ലേ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ആ സെൻറ്റൻസിൽ റിസീവർ ഓഫ് ദ ആക്ഷൻ ആണ്. അപ്പോൾ ഇനി കൂടുതൽ സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യൂ.